നമ്മളെ മീൻ ചാവുന്ന കണ്ടിട്ട് കുറേ ആൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ഓരോ സൊല്യൂഷൻസ് പറഞ്ഞതിന്. പക്ഷെ നമുക്ക് അവസാനം ഏറ്റവും നല്ല സൊല്യൂഷൻ കിട്ടിയ നാട്ടിലത്തെ കുറച്ച് മുതിർന്ന ഏട്ടന്മാരെത്തുന്നതാണ്. അതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് റിസൾട്ട് കൊണ്ട് കാണിച്ചരവാ. അപ്പൂസ് എന്ന അവസ്ഥ? കുറേ ആളിപ്പോൾ കമൻറ്റിലല്ല, പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എനക്കായാലും ഇവർക്ക് എല്ലാവർക്കും നിങ്ങളെ ബാംഗ്ലൂരത്തെ ഫ്രണ്ട്സിലെ മെസ്സേജ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിന് മീനിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞു. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ആദ്യം കുറേ മീൻ ചത്തിട്ടുണ്ടായിന്. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. തീറ്റയെല്ലാം നല്ല വൃത്തിക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ മീൻ വരും. ഞാൻ എല്ലാം പോയാണ്. അല്ല, ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ട് പോയതാണ്. ഇത്ര ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ച കാര്യം ഇതെന്നാ സംഭവം, ചെടി നട്ടിട്ടില്ലേ? ഇത് വെച്ചാൽ ഇതിലെ കൂടെയാണ് ഫിൽട്രേഷൻ സിസ്റ്റം നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെടി ഇപ്പം ഇല്ലത് ഈ മെറ്റലിൽ മാത്രമാണ്. ഇതിൽ അടിയിൽ മണ്ണൊന്നുമില്ല. ഇതിൽ ഫുള്ള് മെറ്റൽ മാത്രമാണ്. ഇതിലേ കൂടി വെള്ളം വന്നിട്ട് അത് ഫിൽറ്ററായിട്ട് അടി വരെ പോകും. അപ്പം വെള്ളത്തിൽ നിന്ന് വരുന്ന അമോണിയൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ് ഈ ചെടി വളരുന്നത്. നമുക്കും ആദ്യം ഇത് പറഞ്ഞ സമയത്ത് ഒരു വിശ്വാസം ഉണ്ടായിട്ട് ഈ മെറ്റലിൽ എങ്ങനെയാണ് ചെടി വളരാം. ഇപ്പം ഇതിപ്പോൾ ചെറിയ ചെടി കൊണ്ട് നട്ടാലെല്ലാം നല്ല വൃത്തിക്ക് വളരാൻ തുടങ്ങി. അന്നേരം നമുക്ക് വിശ്വാസമായി. ഇതെന്താ സംഭവം? പി എച്ച് ടെസ്റ്റ് ചെയ്യല്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 ദിവസം പയ്യന്നൂർ പോയിട്ട് അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യല്. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങി. ഇത് ലിക്വിഡാണ്. ഇത് വെള്ളത്തിലിട്ട് നോക്കിയിട്ട് 6.5 മുതൽ 8.5 വരെ. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഓലാണ് മെയിൻറ്റെയിൻ ചെയ്യല്. എന്താ വെച്ചാൽ കുറച്ച് കൂടുതലാക്കിയാൽ പെട്ടെന്ന് കയറി നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 6.5 തന്നെ കീപ്പ് ചെയ്യലാണ്. ഒന്ന് മൂടി പിടിച്ചോ, മൂടിയിട്ട് പിടിച്ചോ. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് പറ്റല്ലേ? 6.5 ഇത് 6 കയറ്റാം. ഇതാ നോക്ക്, ഏത് കളറാന്ന് പറഞ്ഞ? ഏത് കളറാ അത്? ഇതിലേത് കളറാണ്? ഇതിൽ ഓ കറക്റ്റ്. നമ്മള് ആള് പറഞ്ഞ പോലെ പൊട്ടാസ്യം കലക്കി, അതുപോലെ 3 ദിവസം ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് പിന്നെ മീൻ ഇപ്പം പ്രശ്നമൊന്നുമില്ല. മീൻ ചാവുന്നതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില ദിവസങ്ങളിൽ മാത്രം 1-2 മീൻ ആരോഗ്യമില്ലാത്ത മീൻ മാത്രമേ ചാവുന്നുള്ളൂ. അതുപോലെ ചാവുന്ന എല്ലാ മീനും 100% റീപ്ലേസ് ചെയ്യാൻ നമ്മളെ ദിനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമുക്ക് ചെയ്തിരുന്നത്, പിണറായിലെ. അപ്പോൾ ദിനിലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 100% റീപ്ലേസ് ചെയ്തിരുന്നു. എത്ര മീനാ ചാവുന്നതെന്ന് എണ്ണം വെച്ചാൽ എന്ന് പറഞ്ഞു. ജഗന്റെ വർത്തനം എല്ലാവർക്കും ഇഷ്ടമായി. ഇതിപ്പോ ഇവിടെ കുറച്ച് സ്ഥലത്ത് ചീരേന്റെ വിത്ത് ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ പരിപാടിയാണ്. വിത്തൊന്ന് ജസ്റ്റ് വാടി കൊടുത്തിട്ട് മുളച്ചിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചീരേന്റെ ഒരു കൃഷി. ഹൈബ്രിഡ് വിത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഹൈബ്രിഡ് ചീര വിത്ത്. ലോഡ് വേറെ വേറല്ലേ ദൈവത്തിന്. ഇതാ ജഗ ഭസ്മം അച്ഛനടുത്ത ഭസ്മായി ഇത്തിരി സംഗതി വെണ്ണീരാണ്ടായി. ഇതിന്റെ ബാക്കിലുള്ള കാര്യം അറിയോ? പറഞ്ഞോ, ഇങ്ങനറിയില്ലേ? എനക്കറിയില്ല, പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ? എനക്ക് കറക്റ്റ് അറിയില്ല. ഇത് ചീര വിത്തില്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകും. ഉറുമ്പ് കൊണ്ടുപോകാണ്ട് വെണ്ണീരിട്ടാ കൊണ്ടുപോകില്ല. വെണ്ണീരിട്ട ഉറുമ്പ് വരൂല പേടിച്ചിട്ട്. അതില്ലേ